വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കന്നി അംഗത്തിൽ കളം നിറഞ്ഞ ആം ആദ്മി പാർട്ടിയും വിവിധയിടങ്ങളിൽ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും വാർഡുകളിലേക്കും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഇത്തവണ അനുകൂല സാഹചര്യമുണ്ടെന്നാണ് ആം ആദ്മി നേതാക്കളുടെ വിലയിരുത്തൽ. ജില്ലയിൽ ആദ്യമായാണ് AAP മത്സര രംഗത്തേക്ക് എത്തുന്നത്. വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി സജീവമാവുകയാണ് AAP. ജില്ലാ പഞ്ചായത്തിലെ മേപ്പാടി, തോമാട്ടുചാൽ ഡിവിഷനിലേക്കും വിവിധ ബ്ലോക്കുകളിലേക്കും വാർഡ് തലത്തിലേക്കും ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേപ്പാടിയിൽ KC സദീറും തോമാട്ടുചാലിൽ സൽമാൻ M റിപ്പണുമാണ് AAP സ്ഥാനാർത്ഥികൾ. മാറി മാറി വരുന്ന ഇടത് വലത് മുന്നണികൾ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ആം ആദ്മി വരുന്നതോടെ ഇതിന് മാറ്റം സാധ്യമാകും എന്നും നേതാക്കൾ പറയുന്നു. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു വലിയ വിഭാഗം ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുകയും ആം ആദ്മി പാർട്ടിയുടെ സാരഥികളെ മേപ്പാടി ഡിവിഷനിലും തോമാട്ടുചാൽ ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്ന എന്നെയും വിജയത്തിലേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. UDFും LDFും BJPയും പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ ഡിവിഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നേരിടാൻ ഒരുങ്ങുന്നത്. ഇത്തവണ പ്രധാന 3 മുന്നണികളെക്കാൾ അനുകൂലമായ സാഹചര്യമാണ് തങ്ങൾക്കുള്ളതെന്നാണ് ആം ആദ്മിയുടെ വാദം. ആം ആദ്മി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണ നേട്ടങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ കൊണ്ടുവരും എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് പ്രചാരണം കൊഴുപ്പിക്കുന്നത്. മീഡിയ 1 വയനാട്.